ഹലോ, ഇത് കണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്ന പയറുകളാണ്. അവൾക്ക് വെജിറ്റബിൾ 1.5 ഏക്കർ സ്ഥലത്ത് വെജിറ്റബിൾ ഫാമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പയറും മത്തനിലയും കൂട്ടി തോരൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, പയറ്റില എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ പയർ. ഇത് മൂത്തതും അഴുകി തുടങ്ങിയതുമായ പയറാണ്. തിരിഞ്ഞ് മാറ്റിയതാണ്. അവൾ എനിക്ക് മുയലിന് കൊടുക്കാൻ തന്നു വിട്ടതാണ്. ഞാൻ മുയലിന് കൊടുത്തിട്ട് മുയലത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഞാൻ ഇത് വേസ്റ്റാക്കി കളയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ പയറുമണികൾ, അതായത് പയറിൻ്റെ സീഡ്സ് ഇതുണ്ടോ, ഇതുപോലെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് ഇന്നൊരു ഉഗ്രൻ കറി ഉണ്ടാക്കാം, കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ പൊളിച്ചെടുത്ത പയർ കറി വയ്ക്കാനുള്ള പുറപ്പാടാണ്. അതിലേക്ക് ഒരു പിടി ചുമന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് രണ്ടായിട്ട് വട്ടം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഒരുമിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പയറും ചുമന്നുള്ളിയും, കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിക്കാവേ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, കടുക് താളിക്കാൻ എണ്ണയുടെ ഉപയോഗം വളരെ പരമാവധി കുറയ്ക്കുന്നത് കൊണ്ട് കടുക് താളിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇത് പാത്രത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2-ാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി ഇത് ഈ 2-ാം പാലിൽ വേവിച്ചെടുക്കണം. ഈ പയർ ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ വെന്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ 1-ാം പാലിൽ കിടന്ന പയർ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പയർ ഉള്ളിയല്ല. അപ്പോൾ ഈ ഞാൻ ചേർത്ത് ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക്, അതുകൊണ്ട് ഒരു തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. അത് നമ്മൾ ഈ പിന്നെ കാശ്മീരി ചില്ലി നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിക്കും. അത് കഴുകി ഉണക്കിയിട്ട് അതിൻ്റെ വിത്ത്, ഇതിനകത്തുണ്ടാകുന്ന വിത്തെടുത്ത് നമ്മൾ പാകിയിടുന്നത്. അപ്പോൾ ആ കഴുകി ഉണക്കിയാണ് പൊടിപ്പിക്കുന്നത്. അപ്പോൾ കഴുകുന്ന സമയത്ത് വരുന്ന വിത്തെടുത്ത് നമ്മൾ പാകിയിടും. അത് കിളിച്ച് കിട്ടിയ തൈയിൽ നിന്നുണ്ടായ പച്ചമുളക്. അപ്പോൾ ഇനി തീരെ എരിവില്ല, അതുകൊണ്ട് ഞാനൊരല്പം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കും. ഒരു ഇച്ചിരി ചേർത്ത് നല്ലോണം മിക്സാക്കിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ഈ 1-ാം പാലുണ്ടല്ലോ, ഈ 1-ാം പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് തിളപ്പിച്ച് വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് സൈഡിൽ നിന്ന് പത വരുന്നുണ്ട്. പക്ഷെ അത് തിളയ്ക്കാൻ അനുവദിക്കാതെ ഞാനിങ്ങനെ തിളച്ച് പോയിട്ടുണ്ട്. ഇത് പിരിഞ്ഞ പോലെ കിടക്കും. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു അല്പം പച്ചവെളിച്ചെണ്ണ തൂവി കൊടുക്കാം. പക്ഷെ ഞാൻ പച്ചവെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കുന്നില്ല. തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് ഇത് 1-2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ആ ചൂടിലിരുന്നൊന്ന് സെറ്റാകട്ടെ. പിന്നെ നമ്മൾ ഇന്നത്തേക്ക് മാങ്ങാക്കറിയും കൂടി വെക്കുന്നുണ്ട്. അപ്പം മാങ്ങാക്കറിക്ക് ഞാൻ ഇത് കണ്ട, ഒരു കിളിച്ചുണ്ടൻ മാങ്ങായും ഒരു മൂവാണ്ടൻ മാങ്ങായും എടുത്തിട്ടുണ്ട്. കിളിച്ചുണ്ടൻ മാങ്ങ ആണ് എപ്പോഴും മാങ്ങാക്കറിക്ക് ബെസ്റ്റ്. പക്ഷേ ഇതിനകത്ത് മധുരം ചേർക്കും സാധാരണ ഈ മാങ്ങാക്കറി വെക്കുമ്പോൾ. അത് ഇവിടെ മോൾക്ക് മധുരം ചേർക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മൂവാണ്ടൻ മാങ്ങ എടുത്തതാണ്. കാരണം മൂവാണ്ടൻ മാങ്ങ ഇച്ചിരി വിളഞ്ഞതാണ്. അപ്പോൾ ഒരു ചെറു മധുരം ഈ കറിക്ക് കിട്ടും. അപ്പം മാങ്ങാക്കറി വെക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ബെറ്റർ. പക്ഷേ ഇപ്പം എൻ്റെ നല്ലെണ്ണ തീർന്നിരിക്കുന്ന കാരണം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
2-3 നുള്ളി കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂട്ട് തന്നെ ഒരു 2-3 നുള്ളി പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടായ എണ്ണയിൽ ഈ കടുകും പെരുംജീരകവും ഒന്ന് പൊട്ടി വരട്ടെ. ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുകും പെരുംജീരകവും ഒക്കെ. ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയുണ്ട്, അതിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. പിന്നെ ദേ ഇഞ്ചി വെളുത്തുള്ളി, ഇതൊരു കുടം വെളുത്തുള്ളി ഉണ്ട്, ചതച്ചിട്ടില്ല, മുഴുവനെ തന്നെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുരണ്ടി ചതച്ചെടുത്തതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നല്ലോണം ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇത് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കും, കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നല്ലോണം മൊരിക്കണം. നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു മൂത്ത സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതുണ്ട, ഒരുപാട് ചെറുതാക്കരുത്, ഒരു മീഡിയം സൈസ് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം, കാരണം പുളിയുള്ളതായതുകൊണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ച് കൊടുക്കണം. ഇതേ വെന്ത് വരട്ടെ, അത് കഴിഞ്ഞ് ബാക്കി പരിപാടി കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ, ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി,
ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് മാങ്ങാക്കറി സെറ്റായിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു വിളി വന്ന് വെളിയിൽ നിന്ന് അപ്പുറത്തെ ചേച്ചി വന്ന് വിളിച്ചതാ, ഞാൻ ഓന്ന് സൗണ്ട് ഉണ്ടാക്കിയത്, വിളി കേട്ടതാ. അപ്പോൾ ഇതാണ് മാങ്ങാക്കറി. അപ്പോൾ അത് ഇന്നത്തെ ഊണ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ പയർ വിത്ത് പാൽക്കറി, തേങ്ങാപ്പാൽ കറി വെച്ചത്, പിന്നെ മാങ്ങാക്കറിയും കണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. താങ്ക് യു.